കാരണവരാരെന്ന് ചോദിച്ചാൽ നമുക്കൊരു സംശയമില്ലാതെ പറയാൻ സാധിക്കും, അത് മധുസാറാണ്. ഇന്ത്യൻ സിനിമ എങ്ങനെ ദാദാ സാഹിബ് ഫാൽക്കെയോട് കടപ്പെട്ടിരിക്കുന്നു, ഏതാണ്ട് അതിന് തുല്യമായി മലയാള സിനിമ കടപ്പെട്ടിരിക്കുന്ന മഹാനായ കലാകാരനാണ് മധുസാർ എന്നുള്ള കാര്യം നമ്മളെല്ലാവരും ഓർക്കുന്നുണ്ടാകും. ഞാനിപ്പോൾ ഓർക്കുന്നത് അദ്ദേഹത്തിൻ്റെ നവതി ആഘോഷവേളയാണ്. തിരുവനന്തപുരത്ത് BJT ഹാളിൽ നമ്മൾ സംഘടിപ്പിച്ച വലിയ പരിപാടി. അതിന് നേതൃത്വം കൊടുക്കാൻ വിജയകുമാറിനോടൊപ്പം ഞാനും വളരെ സജീവമായിട്ടുണ്ടായിരുന്നു. അന്ന് തിരുവനന്തപുരത്തെ സാംസ്കാരിക മേഖലയാകെ സാറിൻ്റെ സിനിമകളെക്കുറിച്ചും മറ്റുമെല്ലാം തന്നെ ഗൗരവതരമായിട്ടുള്ള ചർച്ചകൾ കൊണ്ട് സമ്പന്നമായ ദിവസങ്ങൾ സമ്മാനിക്കുന്നുണ്ടായിരുന്നു. ആ ദിവസങ്ങൾ ഓർത്തുകൊണ്ട് വയലാർ സാംസ്കാരിക വേദി തലസ്ഥാന നഗരിയുടെ അഭിമാനമായിട്ടുള്ള സാംസ്കാരിക പ്രസ്ഥാനം എന്നുള്ള നിലയിൽ കഴിഞ്ഞ 18 വർഷമായിട്ട് വയലാർ സാംസ്കാരിക ഉത്സവം ഏതാണ്ട് 10 ദിവസക്കാലം നീണ്ടു നിൽക്കുന്ന ഒരു മഹത്തായിട്ടുള്ള ഉത്സവം സംഘടിപ്പിക്കുന്നുണ്ട്. ഈ വർഷത്തെ ഉത്സവം നാളെ ആരംഭിക്കുകയാണ്. പക്ഷേ ഉത്സവ സ്ഥലത്തുയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പതാകയാണ് ആദരണീയനായിട്ടുള്ള മധുസാറിൻ്റെ ഈ ഭവനത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ കൈകൾ കൊണ്ട് നമുക്ക് നൽകി നാളെ ആ ഉത്സവം നടക്കുന്ന ഇടത്തിൽ നമ്മൾ ഉയർത്താൻ വേണ്ടി പോകുന്നത്. നിശ്ചയമായിരിക്കും വളരെ വളരെ മനോഹരമായിട്ടുള്ള കുറച്ച് നിമിഷമാണ്. വളരെ ചെറുതെങ്കിലും എത്ര മഹത്തരമായിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ നടക്കുന്നത്. വയലാർ രചിച്ചതായിട്ടുള്ള ഒരുപാട് പാട്ടുകൾക്ക് സൗന്ദര്യത്തോടു കൂടിയിട്ടുള്ള ഭാവാത്മകമായിട്ടുള്ള ചിത്രീകരണം മധുസാറിൽ നിന്ന് നമ്മൾ ധാരാളമായിട്ട് കണ്ടിട്ടുണ്ട്. അതെല്ലാം അദ്ദേഹം ഇപ്പോൾ കുറച്ചെങ്കിലും അദ്ദേഹത്തിൻ്റെ ഓർമ്മയിൽ ഇങ്ങനെ വരുന്നുണ്ടാവും. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അദ്ദേഹം നമ്മോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കാനായിട്ട് തയ്യാറായി എന്നത് നമ്മെ സംബന്ധിച്ച് സന്തോഷകരവും അതിനേക്കാൾ അഭിമാനകരവുമായിട്ടൊരു കാര്യമാണ്.